നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്ത വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കുന്നതിന് നടപടി വേണം. കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായി ജനറൽ ആശുപത്രിയിലേക്ക് മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ സംഭാവന നൽകി. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ ഭവൻ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യക്കാർ പറഞ്ഞയിടങ്ങളിലേക്ക് കാൽനടയായെത്തി കഞ്ചാവ് വിൽപ്പന. ആസാം സ്വദേശി അറസ്റ്റിൽ. ഉദ്യാവരാശ്രീ അരസുമഞ്ചിഷ്ടാർ ക്ഷേത്രോത്സവത്തിന് സമാപനം. അനുഗ്രഹം തേടി ക്ഷേത്ര സന്നിധിയിലെത്തിയത് പതിനായിരങ്ങൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നെക്രാജെ സ്വദേശി P. പുരുഷോത്തമൻ സമർപ്പിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. യാത്രക്കാരുടെ ദുരിതം ചൂണ്ടിക്കാട്ടി KCN ന്യൂസ് റിപ്പോർട്ട് നൽകിയിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജ്നാഥ് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കോവിഡിന് മുൻപ് 3 ബസ് ഷെൽട്ടറുകളുണ്ടായിരുന്ന സ്ഥലത്ത് ഒരെണ്ണം പോലുമില്ലെന്ന പരാതിയിലാണ് ഉത്തരവ്. MG റോഡ് നടപ്പാതയിൽ കച്ചവടം ചെയ്യുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ആധുനിക ബസ് ഷെൽട്ടർ നിർമ്മിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. പൊതു ശൗചാലയങ്ങളും നിർമ്മിക്കും. ഉത്തരവ് ലഭിച്ച് 2 മാസത്തിനുള്ളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വിശദമാക്കി നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. നെക്രാജെ സ്വദേശി P. പുരുഷോത്തമൻ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകളോളം ബസ് കാത്തിരിക്കുന്ന വയോജനങ്ങളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാരുടെ ദുരിതം ചൂണ്ടിക്കാട്ടി KCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായി ജനറൽ ആശുപത്രിയിലേക്ക് 35 ലക്ഷം രൂപയുടെ മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ സംഭാവന ചെയ്തു. ജില്ലയിലെ ദൂരപ്രദേശങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിന് വലിയ സഹായകരമാകുന്നതാണ് ഈ വാഹനം. നെല്ലിക്കുന്നി MLA ബ്ലഡ് ബാങ്ക് വാൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനങ്ങൾക്ക് സഹായകരമേകുവാൻ 35 ലക്ഷം രൂപയുടെ മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ സംഭാവന ചെയ്ത് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ്. ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായാണ് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ നൽകിയത്. ആശുപത്രിയിൽ നിലവിൽ ഉപയോഗിച്ചിരുന്ന വാഹനത്തിൻ്റെ കാലാവധി മാർച്ചിൽ അവസാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് റോട്ടറി ക്ലബ്ബ് സഹായഹസ്തവുമായി എത്തിയത്. റോട്ടറി ക്ലബ്ബ് നൽകിയ ഈ വാഹനം ജില്ലയിലെ ദൂരപ്രദേശങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിനുൾപ്പെടെ വലിയ രീതിയിൽ സഹായകരമാകും. പ്രൗഢമായ ചടങ്ങിൽ നെല്ലിക്കുന്നി MLA ബ്ലഡ് ബാങ്ക് വാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ B. നാരായണ നായകൻ്റെ നല്ല മനസ്സിനെയാണ്. 35 ലക്ഷം ഉറുപ്പിക വിലമതിക്കുന്ന ആംബുലൻസാണിത്. 25 ലക്ഷം ഉറുപ്പിക റോട്ടറിയുടെ വഴിയാണ്. 10 ലക്ഷം ഉറുപ്പിക എങ്ങനെയാണ് സമ്മാനിച്ചത് എന്ന് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുകയിൽ നിന്ന് 10 ലക്ഷം ഉറുപ്പികയോളം അദ്ദേഹം ഇതിന് നീക്കിവെച്ചു എന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാരടക്കം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ ജീവനക്കാരെയും ഒക്കെ നമുക്ക് പരിചയമുള്ള ആളുകളാണ്. പലരുമായി നമ്മൾ പല വേദിയിലും കണ്ടുമുട്ടുന്നുണ്ട് പലരെയും. പക്ഷേ ഇങ്ങനെയുള്ള മനസ്സിലുള്ള സർക്കാർ ജീവനക്കാരും ഡോക്ടർമാരും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാസർഗോഡ് റോട്ടറി പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ B. നാരായണ നായിക് അധ്യക്ഷത വഹിച്ചു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് റൊട്ടേറിയൻ MPHF ഡോക്ടർ CH ജനാർദ്ദന നായിക് ബ്ലഡ് ബാങ്ക് വാനിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങി. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ സന്തോഷ് ശ്രീധർ, ഉദുമ MLA CH കുഞ്ഞമ്പു, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ സംസാരിച്ചു. കാലിദ് പച്ചക്കാട്, ശ്രീലത, ഡോക്ടർ ശാന്തി KK, PDG റൊട്ടേറിയൻ ഡോക്ടർ ഹരികൃഷ്ണൻ നമ്പ്യാർ, റൊട്ടേറിയൻ രാധാകൃഷ്ണൻ MK, റൊട്ടേറിയൻ ഹരീഷ് VV, ഡോക്ടർ ജമാൽ അഹമ്മദ്, റൊട്ടേറിയൻ MD ഡോക്ടർ ജ്യോതി S, ഡോക്ടർ ഷെറീന PA എന്നിവർ പങ്കെടുത്തു.
റൊട്ടേറിയൻ PHF ഗോകുൽ ചന്ദ്രബാബു സ്വാഗതവും റൊട്ടേറിയൻ PHF ഹരിപ്രസാദ് കെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധനസഹായ വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നടപ്പിലാക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ മരണമടഞ്ഞവരുടെ 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചാണ് തുക കൈമാറിയത്. സഹായധന വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ സഹായം ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ 100 എന്നുള്ളത് മാറ്റി മാസം 100 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് രോഗഗ്രസ്തരായി കിടക്കുന്ന ആളുകൾക്ക്, കിടപ്പ് രോഗികൾക്ക് കൂടി ചികിത്സിക്കാൻ ആവശ്യമായ പണം ഈ ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ കൊടുക്കാൻ തയ്യാറാകണം. സംഘടന ഉണ്ടെങ്കിൽ അതിൽ അംഗത്വം എടുത്താൽ ഇത്തരം ചില ഗുണങ്ങൾ സംഘടനയിലൂടെ നിങ്ങൾ കിട്ടും. അപ്പോൾ ഇതൊരു വലിയ മഹത്തായ സംരംഭമാണ്. ജീവകാരുണ്യ പ്രവർത്തനം, ഇംഗ്ലീഷിൽ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന ട്രഷറർ ഷെരീഫ്, വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൻ G. സുകുണൻ, റോയി മഡോണ, ഷിനോജ് റഹ്മാൻ, നാസർ താജ്, സമദ് മലപ്പുറം, രഘുവീർ പൈ, ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര, പദ്ധതി ജില്ലാ ചെയർമാൻ രാജൻ കളക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെൽഫെയർ ഭവൻ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ ആദ്യമായാണ് തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ഓഫീസുകൾ സർക്കാർ സ്ഥാപനത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. കേരള തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ കീഴിലുള്ള തൊഴിലാളി ക്ഷേമ ബോർഡിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജി വെൽഫെയർ ബോർഡിന്റെയും പുതിയ ജില്ലാതല ഓഫീസ് വെൽഫെയർ ഭവൻ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയുടെ വളർച്ച കൂടിയാണ്. ഓരോ പിടിക തൊഴിലാളികളും നിങ്ങളെടുക്കുന്ന എഫർട്ട് വളരെ വലുതാണ്. നിങ്ങളുടെ വേർപ്പ് പോകുന്ന നമ്മുടെ ജില്ലയുടെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയിലേക്കാണ്. കാരണം ഓരോ ഷോപ്സിൻ്റെയും വളർച്ച നിങ്ങളുടെയും കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഓരോ ഷോപ്പും വളർന്നു വരുന്നത്. ആ ചെറിയ ചെറിയ ഷോപ്പുകളാണ് നമ്മൾ ജില്ലാ പഞ്ചായത്ത് സംരംഭക മീറ്റൊക്കെ തന്നെ വെച്ചുകൊണ്ട് വലിയ വലിയ പ്രോജക്റ്റുകൾ. കാരണം പണ്ടത്തെ പോലെ വലിയ വ്യവസായങ്ങളല്ല. പണ്ട് നമ്മൾ 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ വലിയ വ്യവസായം എന്ന് പറഞ്ഞാൽ സംരംഭങ്ങളൊക്കെ ഇന്ന് ചെറുകിട സംരംഭങ്ങളായി മാറിയിരിക്കുകയാണ്. ആ ചെറുകിട സംരംഭങ്ങളാണ് ഇന്ന് നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമേകുന്നത്, മുതൽക്കൂട്ടാവുന്നത്. ആ ചെറുകിട സംരംഭങ്ങളെ ഒക്കെ തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് അവർക്ക് ആവശ്യമായ സ്ഥലവും സൗകര്യവും ഒക്കെ തന്നെ കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ജില്ലയിലേക്ക് ഒരുപാട് ചെറുകിട സംരംഭങ്ങൾ വരാൻ തയ്യാറായിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റിൽ സംഘടിപ്പിച്ച നേത്രപരിശോധനാ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. 261 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ വിദ്യാനഗർ SI പ്രതീഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചെയർമാൻ K. രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ്, ബോർഡ് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് S. കൃഷ്ണമൂർത്തി, G. ജയപാൽ, P. സുബ്രഹ്മണ്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ജില്ലാ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ K. രവീന്ദ്രൻ, ബിജു ഉണ്ണിത്താൻ, KJ സജി, സുരേഷ് കുമാർ, അഷ്റഫ് എടനീർ, മുഹമ്മദ് റിയാസ്, നാരായണ പൂജാരി, GB നാരായണൻ, K. രാജേന്ദ്രൻ, ഹരിഹര സുധൻ, രാജേഷ് PK, ഹസ്സൻ MS, ഹനീഫ് കടപ്പുറം, അബു യാസിർ KP, ഹരീഷ് പാലക്കുന്ന്, ഫാസിൽ T, അബ്ദുള്ള സൽമാൻ, കൃഷ്ണവർമ്മ രാജ, സുമേഷ് PK, തങ്കമണി, ശോഭലത എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷമീം അഹമ്മദ് I സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ V. അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ രാത്രികാല സേവനം നിർത്തലാക്കി. ഡോക്ടർമാരില്ലാത്തതാണ് പ്രതിസന്ധിയായത്. ശനിയാഴ്ച ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. ഡോക്ടർമാരില്ലാത്തതിനാൽ കാസർഗോഡ് മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ രാത്രികാല സേവനം നിർത്തലാക്കി. ശനിയാഴ്ച ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചത്. നേരത്തെ രാത്രി സേവനം നിർത്തലാക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും നിലവിലുള്ള ഡോക്ടർമാർ അധിക സമയം ജോലി ചെയ്തു വരികയായിരുന്നു.
ആകെ 9 ഡോക്ടർമാരുടെ തസ്തികയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ 3 ഡോക്ടർമാർ മാത്രമാണുള്ളത്. 4 CMOമാരിൽ 2 പേരും 3 അസിസ്റ്റന്റ് സർജൻമാരിൽ ഒരാളും മാത്രമേയുള്ളൂ. സൂപ്രണ്ടിന്റെ തസ്തികയിലും ആളില്ല. സീനിയർ അസിസ്റ്റന്റ് സർജനാണ് സൂപ്രണ്ടിന്റെ ചുമതലയും വഹിക്കുന്നത്. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസവും 800-ലേറെ രോഗികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട്. രാത്രികാല സേവനം നിർത്തലാക്കുന്നത് രോഗികൾക്ക് വലിയ ദുരിതമാകും. 2 വർഷം മുമ്പ് രാത്രികാല സേവനം നിർത്തലാക്കിയതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. തുടർന്ന് ചികിത്സ പുനരാരംഭിക്കുകയായിരുന്നു. ദേശീയപാതയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആശുപത്രിയായതിനാൽ അപകടങ്ങളും മറ്റ് അത്യാഹിതങ്ങളുമായി ആളുകൾ ചികിത്സ തേടി ആദ്യമെത്തുന്നത് ഇവിടെയാണ്. രാത്രി സേവനമില്ലാത്തതിനാൽ ഇനി മംഗളൂരുവിലേക്കോ കാസർഗോട്ടേക്കോ പോകേണ്ട ഗതികളിലാണ് രോഗികൾ. ഇവിടെ ഡോക്ടറുടെ അഭാവം കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരമായി DMOയെയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെയും അറിയിച്ചെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരമുണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 6 ഡോക്ടറെ വെച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ 24 മണിക്കൂർ പ്രവർത്തിക്കാൻ പ്രയാസമുള്ളത് യാഥാർത്ഥ്യമാണ്. 1 മാസത്തോളം ഡോക്ടർമാർ അതായത് സേവന മനോഭാവമുള്ള നല്ല ഡോക്ടർമാർ അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇപ്പോൾ നമുക്ക് രാത്രികാല ചികിത്സ OP വിഭാഗം നിർത്തേണ്ടി വന്നു. യാഥാർത്ഥ്യമാണ്. നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് ഒരു 3 ഡോക്ടർമാരെ അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രശസ്ത വിഷചികിത്സാ വിദഗ്ധനായ നീലേശ്വരം ചിറപ്പുറത്തെ ഡോക്ടർ ഹരിദാസ് വേർക്കോട്ട് അന്തരിച്ചു. കോഴിക്കോട് മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു മരണം. കാസർഗോഡ് ജില്ലയിൽ പാമ്പുകടിയേറ്റാൽ മതിയായ ചികിത്സയ്ക്ക് സൗകര്യമില്ലാതിരുന്ന കാലത്ത് ഏക ആശ്രയം ഡോക്ടർ ഹരിദാസിൻ്റെ ചിറപ്പുറത്തെ ക്ലിനിക്കായിരുന്നു. അലോപ്പതിക്കൊപ്പം വിഷചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രത്യേക പഠനം നടത്തിയയാളാണ് ഡോക്ടർ ഹരിദാസ്. പാമ്പ് കടിയേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട 25,000-ലധികം പേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. മുംബൈ, ചെന്നൈ, ഷിമോഗ, മംഗളൂരു, സുള്ളിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുപോലും രോഗികൾ ഡോക്ടറെ തേടിയെത്താറുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നിയമിതരാകുന്ന ഇതര ജില്ലക്കാരായ MBBSുകാർ അവധിയെടുത്തും ഡെപ്യൂട്ടേഷൻ സംഘടിപ്പിച്ചും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പാലക്കാട് കോങ്ങോട്ട് സ്വദേശിയായ ഡോക്ടർ ഹരിദാസ് ഗ്രാമാന്തരങ്ങളിൽ പാവങ്ങളുടെ പ്രാണനു വേണ്ടി ജീവിച്ചു തീർത്തത് 5 പതിറ്റാണ്ടോളം കാലമാണ്. ആവശ്യക്കാർ പറഞ്ഞ ഇടങ്ങളിലേക്ക് കാൽനടയായെത്തി കഞ്ചാവ് വിൽപ്പന നടത്തിവരികയായിരുന്നയാൾ അറസ്റ്റിൽ. ആസാം സ്വദേശിയായ റൂഹുൽ അമീനെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ആസാം സ്വദേശിയായ റൂഹുൽ അമീൻ കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത്. ആവശ്യക്കാർ പറഞ്ഞ ഇടങ്ങളിലേക്ക് കാൽനടയായി എത്തിയാണ് കഞ്ചാവ് നൽകിയിരുന്നത്. ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തവേ അനന്തപുരത്ത് നിന്നുമാണ് കുമ്പള SI ഗണേശും സംഘവും റൂഹുൽ അമീനെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 45 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ഫോൺ വഴിയാണ് ആവശ്യക്കാർ ഇയാളെ ബന്ധപ്പെട്ടിരുന്നത്. നിർമ്മാണ തൊഴിലാളിയാണെന്ന വ്യാജേനയാണ് പ്രതി അനന്തപുരത്ത് തങ്ങിയിരുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിന്റെ സഹകരണത്തോടെ ജില്ലാ ജയിലിൽ സംഘടിപ്പിച്ച യോഗ ദിനചര്യയിലേക്ക് എന്ന പരിപാടി ശ്രദ്ധേയമായി. നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയും ചേർന്ന് കാസർഗോഡ് ജില്ലാ ജയിലിൽ സംഘടിപ്പിച്ച യോഗ ദിനചര്യയിലേക്ക് എന്ന പരിപാടി സാമൂഹിക പുനരധിവാസത്തിന്റെ മികച്ച മാതൃകയായി മാറി. കസ്റ്റഡി, തിരുത്തൽ, നവീകരണം, പുനരധിവാസം എന്ന ആശയത്തെ ആസ്പദമാക്കി നടന്ന ഈ പരിപാടിയിൽ ശ്രീ പതഞ്ജലി മഹർഷി നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയും ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതിക് ആൻഡ് യോഗിക് സയൻസ് ബിരുദധാരിയുമായ കൊമരഗിരി ദേവ് നിഖിൽ നേതൃത്വം വഹിച്ചു. യോഗ ഒരു ജീവിതശൈലിയാണ്. അത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ സംരക്ഷിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു എന്ന സന്ദേശം പങ്കുവച്ചതോടെ പ്രോഗ്രാം തടവുകാരിലും ഉദ്യോഗസ്ഥരിലും വലിയ പ്രചോദനം സൃഷ്ടിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ കോളേജുകളിൽ നിന്നുള്ള സാമൂഹിക സേവന വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി. പരിപാടിയുടെ ഭാഗമായി ജില്ലാ ജയിൽ സൂപ്രണ്ട് സൂരജ് VV ജയിൽ സംവിധാനം, പുനരധിവാസ പദ്ധതികൾ, മനുഷ്യാവകാശ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ശ്രീ പതഞ്ജലി മഹർഷി നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ കോളേജ്, സെന്റ് ജോസഫ്സ് കോളേജ് പിലാത്തറ, ഭാരതമാതാ കോളേജ് തൃക്കാക്കര, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം മുതലായ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളായ കൊമരഗിരി ദേവ് നിഖിൽ, അഭിനവ് R ഗോപാൽ, ഇജോ സെബാസ്റ്റ്യൻ, രഘുന രഘുനാഥ്, റെനീഷ K, ഷിറിൻ സിറാജ് K,
ഹിബ അരീക്കൽ, അദീബ VA എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അർജാൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ചൗക്കി സോക്കർ ലീഗിൽ വിജയിച്ച കായിക പ്രതിഭകൾക്ക് ആദരവുമേകി. അർജാൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം ശ്രദ്ധേയമായി. ചടങ്ങിൽ ചൗക്കി സോക്കർ ലീഗിൽ വിജയിച്ച കായിക പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. സംഗമം അമീർ ബാംഗ്ലൂർ ഉദ്ഘാടനം ചെയ്തു. മൂസ ബാസിത്ത് അധ്യക്ഷത വഹിച്ചു. കരീം മയിൽപ്പാറ സ്വാഗതം പറഞ്ഞു. കരീം ചൗക്കി, ഷഫീഖ്, മാക്കു കല്ലങ്കൈ, മുഹമ്മദ് അർജാൽ, സാജിർ അബ്ബാസ്, മുഹാദ്, വസീം, തമീം കാവിൽ, മെഹറൂഫ് അർജാൽ, ബിലാൽ, തഷ്രീഫ്, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ വലിയ പറമ്പ് പിന്നീട് വലിയ പറമ്പ് ഗ്രാമമായി മാറിയ ദേശചരിത്ര രചനയ്ക്ക് തുടക്കമിട്ട വലിയ പറമ്പ് KGM ക്ലബ്ബ് 50-ാം വാർഷികത്തിൻ്റെയും പുതിയ കെട്ടിടോദ്ഘാടനത്തിൻ്റെയും ഭാഗമായാണ് വലിയ പറമ്പ് ദേശചരിത്രം തയ്യാറാക്കുന്നത്. വലിയ പറമ്പിലെ ലോവർ പ്രൈമറി സ്കൂളിനും മുസ്ലിം പള്ളിക്കുമിടയിലൂടെ നടന്നു പോയിരുന്ന അക്കാലത്തെ വലിയ വരമ്പ് എന്ന വിളിപ്പേരാണ് വലിയ പറമ്പായി മാറിയത്. വലിയ പറമ്പ് KGM ക്ലബ്ബ് പുതുതായി നിർമ്മിച്ച കെട്ടിടോദ്ഘാടനവും ജൂബിലി ആഘോഷവും നടത്തുന്നതിന്റെ മുന്നോടിയായി ചരിത്ര വിവരശേഖരണത്തിനായാണ് വലിയ പറമ്പ ദേശം കഥയും കാലവും എന്ന പേരിൽ നാട്ടുകൂട്ടം സംഘടിപ്പിച്ചത്. 24 കിലോമീറ്റർ നീളത്തിൽ കടലിനും കായലിനുമിടയിലുള്ള വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മധ്യത്തിലുള്ള 2ാം വാർഡ് കേന്ദ്രീകരിച്ചുള്ള ചരിത്ര വിവരങ്ങളാണ് നാട്ടുകൂട്ടത്തിലൂടെ ചികഞ്ഞെടുത്തത്. പഴയ തലമുറയിലുള്ളവർ തങ്ങളുടെ ഓർമ്മകൾ നാട്ടുകൂട്ടത്തിൽ അവതരിപ്പിച്ചു. സ്വയം പര്യാപ്ത ഗ്രാമമായി അറിയപ്പെട്ട ഇവിടം പുഞ്ചകൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കുന്ന മട്ടക്കണ്ടത്തിൽ അന്ന് വിവിധ ഇനം പച്ചക്കറികളും തണ്ണിമത്തനും മധുരക്കിഴങ്ങും വെള്ളരിയുമെല്ലാം മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്ക് കയറ്റി അയക്കുമായിരുന്നു. കായലോരത്ത് ജെട്ടികളൊന്നുമില്ലാത്ത കാലത്ത് സ്വകാര്യ ബോട്ടുകൾ മാത്രമായിരുന്നു സാധനങ്ങളുടെ നീക്കത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നത്. പ്രകാശ്, ചന്ദ്രശേഖരൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്വകാര്യ ബോട്ടുകൾ വഴി ഉൽപ്പന്നങ്ങൾ മറുകരയിലും മലയോരത്തെ കാക്കടവ് പോലുള്ള പ്രദേശങ്ങളിലും എത്തിച്ചിരുന്നതായി പലരും ഓർത്തെടുത്തു. വലിയ പറമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ അതിർത്തി 3 ആവികളായിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുകയും വേലിയേറ്റത്തിനനുസരിച്ച് പുഴയിലേക്കുള്ള ചാലുകളിലൂടെ വെള്ളം കയറിയിറങ്ങുമായിരുന്നു. മീൻ ചാപ്പയിൽ വെച്ച ഓടങ്ങൾ ആവികൾ വഴി തോണികളിൽ തണ്ടുവലിച്ച് കായലിലെത്തിച്ച് നീലേശ്വരം അഴിമുഖത്തേക്കും പുഞ്ചാവിയിലേക്കും രാമന്തളി പാലക്കോട് ഭാഗത്തേക്കും അഴിമുഖത്തേക്കും മത്സ്യബന്ധനത്തിന് പോയിരുന്നത് ആവിത്തോടുകൾ വഴിയായിരുന്നു. അത്രയ്ക്ക് സുഗമമായ പാത പിന്നീട് ചുരുങ്ങി വരികയായിരുന്നു. യാത്രാക്ലേശം അന്നു മുതലേ ദ്വീപ് നേരിട്ട പ്രധാന പ്രശ്നമായിരുന്നു. പ്രൈമറി പഠനം കഴിഞ്ഞ് വലിയ പറമ്പിന് പുറത്തേക്ക് പടന്നയിലും തൃക്കരിപ്പൂരിലുമുള്ള വിദ്യാലയങ്ങളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പലരും ചൂണ്ടിക്കാട്ടി. പഴയ കാലത്തെ തൊഴിൽ മേഖലയും ചർച്ചയായി. കടലിൽ നിന്നും കായലിൽ നിന്നും പിടിക്കുന്ന വലിയ മത്സ്യങ്ങൾ വെള്ളാപ്പ് വഴി തൃക്കരിപ്പൂരിലെത്തിച്ചാണ് വാഹനങ്ങളിൽ ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റിവിടാറ്. ദ്വീപിലെ സ്ത്രീകൾ കക്കവാരി പുഴുങ്ങി മഞ്ഞൾ തേച്ച് ഉണക്കിയെടുക്കുന്നത് പ്രധാന തൊഴിലായിരുന്നു. സിമന്റ് നിർമ്മിതികളില്ലാത്ത കാലത്ത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും തേപ്പിനും മൂലോട് വെക്കാനുമായി കുമ്മായ നിർമ്മാണം നടത്തിയും ചേരി പൂഴ്ത്തി തൊണ്ട് തല്ലി കയർ പിരിച്ചും അഴുകാത്ത ചേരി വീടുകളിൽ കൊണ്ടുപോയി ചകിരി ഉണ്ടാക്കി വിറ്റും സാധനങ്ങൾ വാങ്ങിയിരുന്ന കാലഘട്ടം ചിലർ ഓർത്തെടുത്തു. പഞ്ഞമാസങ്ങളിൽ വീടുകളിൽ ചൂടി പിരിച്ച് അന്നത്തിനുള്ള വക ഉണ്ടാക്കാറുമുണ്ട്. വലിയ പറമ്പിൽ ആയുർവേദ മരുന്നുകട ഉണ്ടായിരുന്നതും ചിലർ ഓർത്തെടുത്തു. ക്ലബ്ബ് മൈതാനത്ത് നടന്ന നാട്ടുകൂട്ടം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സുവനീർ കമ്മിറ്റി ചെയർമാൻ NV സത്യൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഊരാളി ഭാസ്കരൻ വിഷയം അവതരിപ്പിച്ചു. ഈയക്കാട് രാഘവൻ മാസ്റ്റർ മോഡറേറ്ററായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ EK ഷാജി, കൺവീനർ കുളങ്ങര മധു, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ കുയ്യനങ്ങാടൻ നാരായണൻ, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ N. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആരോഗ്യ സംരക്ഷണ സന്ദേശമുയർത്തി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിച്ച സൈക്കിൾ റൈഡ് നടത്തി. ഫിറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റൈഡിൽ 30-ൽ പരം പേർ പങ്കെടുത്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തലശ്ശേരി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണ സന്ദേശമുയർത്തിയാണ് തൃക്കരിപ്പൂരിൽ നിന്ന് കവ്വായി കാലിക്കടപ്പുറത്തേക്ക് സൈക്കിൾ റൈഡ് നടത്തിയത്. ഫിറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റൈഡിൽ 30-ൽ പരം പേർ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം ഫ്ലാഗ് ഓഫ് ചെയ്തു. 3-4 മാസം മുമ്പാണ് തുടങ്ങിയത്. ഡൽഹിയിൽ എല്ലാ സൺഡേകളിലും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ
ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും സൺഡേ ഓൺ സൈക്ലിംഗ് നടത്തുന്നുണ്ട്. ഈ ആഴ്ച നടത്തുന്നത് ഞങ്ങൾ ഓരോ ആഴ്ചകളിലും നമ്മൾ മത്സരം അല്ലെങ്കിൽ സൈക്ലിംഗ് നടത്തുന്ന കഴിഞ്ഞ ആഴ്ച ടീച്ചേഴ്സിനോട് കെയർ ഓഫ് കൂടുതൽ എടുത്തുകൊണ്ടായിരുന്നു. അതിനു മുമ്പ് ഇപ്പോൾ ജേർണലിസ്റ്റ് 25 ജേർണലിസ്റ്റുകളുടെ കൂടി ചേർത്തിട്ടാണ്, ഡോക്ടേഴ്സിനെ ചേർത്തിട്ട് IMA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയിരുന്നു. ഇപ്പം ഈ ആഴ്ച നമ്മൾ നടത്തുന്നത് ലോയേഴ്സാണ്. അതുകൊണ്ടാണ് ഈ കളറിൽ വന്നത്. ലോയേഴ്സ് നമ്മൾ ബാർ അസോസിയേഷനായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവർ ഓരോരുത്തരും ഓരോ തിരക്കിലാണ്. നമ്മുടെ ക്ലോസിംഗ് ഫംഗ്ഷന് ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എത്തുന്നതാണ്. തലശ്ശേരി സായി കേന്ദ്രം ഡയറക്ടർ TC മനോജ് അധ്യക്ഷത വഹിച്ചു. ജിംനാസ്റ്റിക് കോച്ച് ധരംവീർ, ഗുസ്തി കോച്ച് വൈഷ്ണവി യാദവ് എന്നിവർ സംസാരിച്ചു. റൈഡിന് ഡോക്ടർ T അബ്ദുൽ ജലീൽ, ഡോക്ടർ PK ജയകൃഷ്ണൻ, ഇർഷാദ് ഇസ്മയിൽ, അനൂപ് കല്ലത്ത്, റഹ്മാൻ കാങ്കോൾ, ഷബീർ മാട്ടൂൽ, ഹക്കീം അപ്സറ, മുസ്തഫ മാത്താണ്ടൻ, സരിത് ഏഴിമല എന്നിവർ നേതൃത്വം നൽകി. കൗവായിയിൽ നടന്ന സമാപന സമ്മേളനം പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ N നസീമ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ കൗവായി, NKP ഇംതിയാസ്, അഹമ്മദ് എന്നിവരെ അനുമോദിച്ചു. സെക്രട്ടറി അരുൺ നാരായണൻ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പന്തുരുളുന്നയിടങ്ങളിലെ കോടിയെത്താറുള്ളവരെന്ന് ഖ്യാതിയുള്ള തൃക്കരിപ്പൂരിൽ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിച്ച ഉത്തര കേരള വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് കാൽപന്തു കളിക്കമ്പക്കാർക്ക് ആവേശകരമായി. 4 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന ടൂർണമെന്റ് സമാപിച്ചു. സീനിയർ വിഭാഗത്തിൽ നടന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മംഗളൂരു യുണൈറ്റഡ് മംഗളൂരുവിനെ പരാജയപ്പെടുത്തി കോഴിക്കോട് ഡൈനാമിക് FC ജേതാക്കളായി. 13 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലെ കലാശപ്പോരിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് കോഴിക്കോട് ഡൈനാമിക് FC ടീമിനെ തോൽപ്പിച്ച് ആതിഥേയരായ തൃക്കരിപ്പൂർ ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമി ചാമ്പ്യന്മാരായി. സമാപന ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം TV ബാലൻ സമ്മാനദാനം നിർവഹിച്ചു. പുരുഷ ടീമുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷ് ട്രോഫിയിൽ ഉൾപ്പെടെ കളിച്ച പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഇനിയിപ്പോൾ വനിതാ താരങ്ങൾ വരികയാണ്. ഈ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ ആവേശകരമാകുന്ന രീതിയിലാണ് ഇവിടെ വനിതാ ഫുട്ബോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫൈനൽ മത്സരമൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഏതായാലും നിങ്ങളെല്ലാവരെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഡ്രീംസ് ചെയർമാൻ ഡോക്ടർ V രാജീവൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ VM മകേഷ്, ഡ്രീംസ് അക്കാദമി സെക്രട്ടറി രാജേഷ് മാപ്പിടിച്ചേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 4 ദിവസങ്ങളിലായി നടന്ന ഉദ്യാവര ശ്രീ അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അനുഗ്രഹം തേടി ക്ഷേത്ര സന്നിധിയിലെത്തിയത്. 4 ദിവസം നീണ്ടുനിന്ന ഉദ്യാവരം ശ്രീ അരസുമഞ്ചേശ്വർ ക്ഷേത്ര ഉത്സവം ഞായറാഴ്ച നടന്ന കടവണ്ടി ഉത്സവത്തോടെ സമാപിച്ചു. ഇത്തവണ മഴ കുറവായിരുന്നതിനാൽ വൻ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി നിരവധി ഭക്തർ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന യക്ഷഗാന നൃത്ത സംഗീത പരിപാടിയിൽ സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. തുടർന്ന് കൊറ്റിദയന അന്നദേവിയുടെ നിയമവും കേരെ ദീപാരാധനയും നടന്നു. అది వనకరి ఉత్సవం అనేది దాంట్లో సాಕಷ್ಟು ಆ ಜಾಗದ ಉತ್ಸವ ನಡೆಯುತ್ತಿರಬೇಕಂತ ಸಾಕಷ್ಟು ಕಲಾಕೋತ್ಸವ ಮಾಡಿ ಅದನ್ನು ಅಲ್ಲಿ ఆయనతో దూర దూర వస్తుడు ఈ మెయి మంచులు చిన్న పొల్లు మంచులు కొన్నదు మిగిలి కలవంటి ఉత్సవ ఈ ఉత్సవాలు గోడనాటి కళావకాశ అయోధ్య మంచులు തമ്മദൈവ നിയമം, മതസ്ഥാനം, മുണ്ടത്തായ ദൈവനിയമം, നടുവണ്ടി ഉത്സവം, അന്നദൈവ നിയമം, തമ്മദൈവ നിയമം, മുണ്ടത്തായ ദൈവനിയമം തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തി.
ഉത്സവത്തിനെത്തുന്ന വാഹനങ്ങളെയും ഭക്തരെയും നിയന്ത്രിക്കുന്നതിൽ വളണ്ടിയർമാരുടെ സേവനം പ്രശംസനീയമായിരുന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസം 1000 ജമാഅത്ത് പള്ളികളുടെ പ്രതിനിധികൾ ക്ഷേത്രത്തിലെത്തിയത് വ്യത്യസ്തമാർന്ന കാഴ്ചയായി. അവസാന ദിവസം വെടിക്കെട്ട് പ്രദർശനവും നടന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്ത വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കുന്നതിന് നടപടി വേണം. കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായി ജനറൽ ആശുപത്രിയിലേക്ക് മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ സംഭാവന നൽകി. എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ ഭവൻ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യക്കാർ പറഞ്ഞയിടങ്ങളിലേക്ക് കാൽനടയായെത്തി കഞ്ചാവ് വിൽപ്പന. ആസാം സ്വദേശി അറസ്റ്റിൽ. ഉദ്യാവരാശ്രീ അറസുമഞ്ച് സ്റ്റാർ ക്ഷേത്രോത്സവത്തിന് സമാപനം. അനുഗ്രഹം തേടി ക്ഷേത്ര സന്നിധിയിലെത്തിയത് 10,000. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.